ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണല്ലേ? അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 3 മുട്ട എടുത്ത് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മുട്ട ബീറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ബീറ്ററാണ്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്യാവുന്നതാണ്. മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയുടെ മിക്സ് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് മൈദപ്പൊടി ആഡ് ചെയ്യുക. മൈദപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഈ മിക്സിലേക്ക് 1 സ്പൂൺ ജെല്ല് ചേർത്ത് കൊടുക്കുക. ജെൽ ആഡ് ചെയ്തതിന് ശേഷം ഈ മിക്സ് വീണ്ടും ബീറ്റ് ചെയ്യുക. ഈ മിക്സിലേക്ക് അടുത്തതായി ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിനുശേഷം ഈ മിക്സ് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോഴിതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ നെയ്യ് പുരട്ടുക. ഈ പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഈ രീതിയിൽ പാത്രം വെച്ച് കൊടുക്കുക. പാത്രം മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായി എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് ആവി പുറത്തു പോകാതിരിക്കാനാണ്. കേക്ക് കുക്കായി കിട്ടാൻ ഒരു 20-25 മിനിറ്റൊക്കെ വേണ്ടി വരും. അപ്പോഴേക്കും നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് കുക്കായോ എന്ന് നോക്കാം. അപ്പം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂടാറുന്നവരെ കാത്തു നിൽക്കാം. കേക്ക് തണുത്തതിന് ശേഷം ഇനി അത് 3 ലെയറായി കട്ട് ചെയ്യാൻ പോവുകയാണ്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ സൂക്ഷിക്കുക. കാരണം കേക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിനി കേക്കിൻ്റെ ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ലെയർ എടുത്ത് വെക്കുന്നു. എന്നിട്ട് അതിലേക്ക് നല്ലതുപോലെ ഷുഗർ സിറപ്പാക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒന്നാമത്തെ ലെയറിന് അടുത്തതായി ക്രീം കൊണ്ട് കവർ ചെയ്യാൻ പോവുകയാണ്. കഴിയുന്നതും വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ ചെയ്യുക. വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ടാവും. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ക്രീം ലെയർ റെഡിയായി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും രണ്ടാമത്തെ ലെയർ എടുത്ത് വെക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റായി ക്രീം കൊണ്ട് കവർ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഈ ലെയറിലും നല്ലതുപോലെ ഷുഗർ സിറപ്പാക്കി കൊടുക്കുക. ഇനി ഈ കേക്കിനെ കംപ്ലീറ്റായി ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കുക. കേക്കിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ഷേപ്പ് ചെയ്ത് എടുക്കുക.
കേക്ക് ഏകദേശം ഷേപ്പായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു. അതിനുശേഷം മുകളിലും സൈഡിലുമായി ഡിസൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്ത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കേക്കിന് മുകളിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുക. കേക്കിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ക്രീം വെച്ച് ഡിസൈൻ ചെയ്യുക. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിന് ഉപയോഗിക്കുന്ന ഐറ്റംസ് കൊണ്ടാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് വെറും 150 രൂപേൻ്റെ ചിലവേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. അങ്ങനെ ഇതാ നമ്മുടെ ക്രിസ്മസ് കേക്ക് റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.